നമസ്കാരം. ഒരു സിനിമാ വേദിയിൽ പറഞ്ഞ ഏതാനും വാചകങ്ങൾ കാണികൾ ചിരിച്ചു തള്ളിയ ഒരു തമാശ. എന്നാൽ മണിക്കൂറുകൾക്കകം അത് കേരളം കടന്ന് തമിഴ്നാട്ടിലേക്കെത്തി വലിയ രാഷ്ട്രീയ സിനിമാ വിവാദമായി മാറി. മലയാള നടൻ ധ്യാൻ ശ്രീനിവാസന്റെ പരാമർശം തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ വിജയിയെ ലക്ഷ്യമിട്ടുള്ള പരോക്ഷ പരിഹാസമാണെന്ന ആരോപണവുമായി വിജയ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ചിലർ ധ്യാൻ പരസ്യമായി മാപ്പ് പറയണമെന്നാവശ്യപ്പെടുമ്പോൾ മറ്റൊരു വിഭാഗം ഇതൊരു തമാശ മാത്രമാണെന്നും അതിനെ അനാവശ്യമായി വിവാദമാക്കുകയാണെന്നും വാദിക്കുന്നു. ഒരു സ്റ്റേജ് പരിപാടിയിൽ പറഞ്ഞ വാക്കുകൾ എങ്ങനെ സംസ്ഥാനാതിർത്തികൾ കടന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയെന്നതാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ തന്റെ പുതിയ ചിത്രമായ വിസിറ്റർ എന്ന സിനിമയുടെ സ്വിച്ച് ഓൺ ചടങ്ങിൽ പതിവ് ശൈലിയിലുള്ള നർമ്മ പ്രസംഗത്തിനിടെയാണ് വിവാദത്തിന് വഴിവെച്ച പരാമർശം നടത്തിയത്. രാഷ്ട്രീയത്തെ തമാശയുടെ ഭാഗമായി അവതരിപ്പിച്ച ധ്യാൻ ഒരിക്കൽ താൻ മുഖ്യമന്ത്രിയായാൽ ചടങ്ങിന്റെ മുൻനിരയിൽ നവ്യ നായർ സാരിയുടുത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന രീതിയിൽ സംസാരിക്കുകയായിരുന്നു. പ്രസംഗത്തിന്റെ തുടർച്ചയിൽ നടത്തിയ ചില പരാമർശങ്ങളാണ് പിന്നീട് തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ ചർച്ചയായത്. ധ്യാൻ നേരിട്ട് വിജയുടെയോ തൃഷയുടെയോ പേര് പറഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ നടി തൃഷയുടെ സാന്നിധ്യവും വികാരഭരിതമായ നിമിഷങ്ങളും അടുത്തിടെ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. അതിനെയാണ് ധ്യാൻ പരോക്ഷമായി കളിയാക്കിയതെന്നാണ് നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും വിജയ് ആരാധകരും വിലയിരുത്തിയത്. വീഡിയോ വൈറലായതോടെ എക്സ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ തമിഴ് ആരാധകർ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തി. വിജയ് പോലൊരു ജനപ്രിയ നേതാവിനെയും നടനെയും അപമാനിക്കാൻ ശ്രമിച്ചുവെന്നാണ് ചിലരുടെ ആരോപണം. ധ്യാൻ മാപ്പ് പറയണമെന്ന ആവശ്യവും ചില ആരാധക ഗ്രൂപ്പുകൾ ഉയർത്തി. അതേസമയം മറ്റു ചിലർ ഒരു സ്റ്റേജ് തമാശയെ അമിതമായി വ്യാഖ്യാനിച്ച് വിവാദമാക്കുകയാണെന്നും അഭിപ്രായപ്പെട്ടു. ധ്യാൻ ശ്രീനിവാസൻ അഭിമുഖങ്ങളിലും വേദി പ്രസംഗങ്ങളിലും നർമ്മവും സ്വയം പരിഹാസവും കലർത്തി സംസാരിക്കുന്ന വ്യക്തിയെന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സിനിമയെക്കാളും അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ പരാമർശവും ആദ്യം സാധാരണ തമാശയായിട്ടാണ് പലരും കണ്ടത്. എന്നാൽ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷമുള്ള അതീവ വികാരപരമായ ആരാധക അന്തരീക്ഷമാണ് ഈ പരാമർശത്തിന് പുതിയ മാനങ്ങൾ നൽകിയത്. സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള അതിരുകൾ മങ്ങിക്കൊണ്ടിരിക്കുന്ന തമിഴ്നാട്ടിൽ വിജയിയെ സംബന്ധിച്ച പരാമർശങ്ങൾ അതിവേഗം ചർച്ചയാകുന്നത് പുതിയ കാര്യമല്ല. നടൻ എന്നതിലുപരി സംസ്ഥാന മുഖ്യമന്ത്രിയും രാഷ്ട്രീയ നേതാവുമായ വിജയിയെക്കുറിച്ചുള്ള ഓരോ പരാമർശവും ഇപ്പോൾ രാഷ്ട്രീയപരമായും ആരാധകപരമായും വിലയിരുത്തപ്പെടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സമൂഹമാധ്യമങ്ങളുടെ കാലത്ത് ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ക്ലിപ്പ് പോലും മുഴുവൻ പ്രസംഗത്തിന്റെ പശ്ചാത്തലം മാറ്റിമറിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വേദിയിൽ പറഞ്ഞ തമാശ മറ്റൊരു സംസ്ഥാനത്ത് അപമാനമായി വായിക്കപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ധ്യാന്റെ പ്രസംഗത്തിലും സംഭവിച്ചതും അതുതന്നെയാണ് എന്നാണ് വിലയിരുത്തൽ. സംഭവത്തിൽ ധ്യാൻ ശ്രീനിവാസൻ ഇതുവരെ ഔദ്യോഗിക വിശദീകരണമോ പ്രതികരണമോ നൽകിയതായി റിപ്പോർട്ടുകളില്ല. അതേസമയം വിവാദ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. സിനിമാ ലോകത്തും ആരാധക സമൂഹങ്ങളിലും ഈ വിഷയം ഇപ്പോഴും ചർച്ചയായി തുടരുകയാണ്. ഒരു വേദിയിലെ നർമ്മ സംഭാഷണം എത്ര വേഗത്തിലാണ് ദേശീയ തലത്തിലുള്ള ചർച്ചയായി മാറുന്നതെന്ന് ഈ സംഭവം വീണ്ടും തെളിയിക്കുന്നു. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ഒരു നടന്റെ വാക്കുകൾ നിമിഷങ്ങൾക്കകം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നു. അതിനാൽ പ്രസംഗിക്കുന്നവർക്കും അത് കേൾക്കുന്നവർക്കും ഒരുപോലെ കൂടുതൽ ഉത്തരവാദിത്വം ആവശ്യമാണ്. ധ്യാൻ ശ്രീനിവാസന്റെ പ്രസംഗം അതിന്റെ ഉദ്ദേശം എന്തായിരുന്നാലും അത് സൃഷ്ടിച്ച പ്രതികരണങ്ങൾ സിനിമ, രാഷ്ട്രീയം, ആരാധക സംസ്കാരം എന്നിവ പരസ്പരം എത്രത്തോളം ബന്ധപ്പെട്ടു കിടക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി മാറിക്കഴിഞ്ഞു.